മാഷിനെ സ്വീകരിക്കും ഉമ്മക്ക് നല്ലൊരു മര്യാദ തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്നുണ്ട് മോൻ. ഞാൻ മരിച്ചാലടക്കം പറയരുതെന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പൊ അല്ലാത്ത അപ്പ എന്തിനാണ് ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനമൊക്കെ തരട്ടെനിക്ക്. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റക്കൊരു ഇന്റർവ്യൂവിന് വരുന്നത്. പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് വെറുതെ. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു. ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. രാത്രി 12-1 മണിക്കൊക്കെ കയറി വരിക. അങ്ങനെ ഫോൺ നോണ്ടി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങും. ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്തു നോക്കിയാലാണ് ഇതാണ് കോൽക്കളി. ഇതുപോലല്ലേ ഞങ്ങൾ കളിക്കുന്നത്. കോലല്ലേ ഞങ്ങൾ കളിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കോൽക്കളി എന്ന് ഇനി നിങ്ങൾ വിശേഷിപ്പിക്കരുത്. അതെ, പ്രസവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, അതൊരു സ്വപ്നം മാത്രമല്ലേ നമുക്ക്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ വളർത്താലോ. ഇപ്പൊ എത്രയോ പേര് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എത്രയോ അച്ഛനമ്മമാരെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിട്ട് അവരറിയാണ്ട് വളർത്തുന്നുണ്ട് സ്വന്തം മക്കളെ പോലെ. അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാം. ഒരു കുട്ടിക്ക് നല്ല ബെറ്റർ വിദ്യാഭ്യാസം, നല്ല ഫുഡും, നല്ല താമസം. പെട്ടെന്ന് മുഖം എന്തോ ആഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം ചോരയിൽ നിന്നൊരു കുട്ടി ഉണ്ടാകണമെന്നുള്ള എന്തായാലും ചെയ്ത പോലത്തെ അല്ലേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജാസി ആഷി കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായി. അതിൽ ജാസി പറയുന്നുണ്ട് ആഷിക്ക് ഇഷ്ടം ഒരു പെണ്ണിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. എന്തുകൊണ്ട് പിന്നെ പെണ്ണിനോട് ഇഷ്ടമുള്ള ആഷി എന്തിനാണ് പിന്നെ ജാസിയുടെ കൂടെ നിൽക്കുന്നത്? ശരിക്കും ഇഷ്ടം ഒരു നോർമൽ പെണ്ണിനോടാണെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെയുള്ള ഒരാള് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അവര് പറയുന്നത് ഒരു ബോണ്ടാണ്, അവർ തമ്മിലുള്ള ഒരു ബോണ്ട് കാരണമാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന്. ഏതൊരു മനുഷ്യനും കല്യാണം കഴിക്കുന്നത് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തന്നെയായിരിക്കും ഒരു അട്രാക്ഷനും സ്നേഹവും ഒക്കെ തോന്നുന്നത് വിവാഹ ബന്ധത്തിൽ. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ആശയുടെ ഉമ്മ പറയുന്നുണ്ട്, നീ ഇത് വിട്ടിട്ട് ഒരു നോർമൽ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോവാ, അത് കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് ഈ ഉമ്മ പറയുന്നത്. എന്തുകൊണ്ട് ആശി വീണ്ടും വീണ്ടും സോറി പറയാണ്? കാരണം എനിക്ക് മനസ്സിലാവും ഉമ്മാക്ക് ആഷിനുള്ള ഇഷ്ടം കൊണ്ടാണ് ഉമ്മ അങ്ങനെ പറയുന്നത് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവും പേഴ്സണലി. അപ്പൊ ഞാൻ ആ ഒരു ലെവലിലേക്ക് അത് കാണുന്നുള്ളൂ. അത് ആഷിക്കും എന്നോട് ഉമ്മാക്ക് വെറുപ്പുള്ളൂ, ആഷിനോട് ഉമ്മാക്ക് വെറുപ്പില്ല. അപ്പൊ അതുകൊണ്ട് ആഷിന് കിട്ടാനുള്ള ഒരു ഇപ്പോഴും ഉമ്മാക്ക് എന്നെ ഒഴിവാക്കി ആഷി വീട്ടിൽ പോയാൽ ആഷിനെ സ്വീകരിക്കും ഉമ്മ. പക്ഷെ ഞങ്ങളുടെ കാര്യം ഉമ്മാക്ക് അറിയാലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ പിരിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഉമ്മാന്റെ മോനായ ആഷിനെ വിട്ടു പോകാൻ പറ്റൂല. ഉമ്മ അത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കാലത്ത് ഉമ്മക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നെ ഉമ്മ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉമ്മക്ക് നല്ലൊരു മര്യാദ തന്നെ ആയിരിക്കും ഞാൻ. ജാസി പറയുന്നത് പോലെ ഇവരുടെ രണ്ടിന്റെ ഇടയിൽ ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഒരു ബോണ്ടാണ്. ഒരാൾക്ക് ഒരാളെ ഒരിക്കലും വിട്ടിട്ട് പോകത്തില്ല എന്ന് പറയുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലോ. ആ ഒരു ബോണ്ടിന്റെ പുറത്താണ് രണ്ടാളും പരസ്പരം ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും ഈ ബോണ്ടൊക്കെ എത്ര നാളത്തേക്കാണ്? കുറെ ആകുമ്പോഴത്തേന് തീർച്ചയായിട്ടും ഈ ആഷിക്കൊക്കെ ഒരു മടുപ്പ് തോന്നും. അത് സ്വാഭാവികമാണ്. ഇപ്പോഴൊന്നും അത് അറിയത്തില്ല, ഇപ്പോഴൊന്നും അതേക്കുറിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. കാലങ്ങൾ കുറെ കഴിയുമ്പോ ജീവിതങ്ങൾ ഇങ്ങോട്ട് മുന്നേയോ കിടക്കുവല്ലേ. അപ്പോ കുറെ കാലം കഴിയുമ്പോ തീർച്ചയായിട്ടും അതൊരു മടുപ്പ് തന്നെ തോന്നും. പിന്നെ രണ്ടാളും തമ്മിൽ ഇപ്പൊ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നാ പറയുന്നത്. എന്തായാലും നന്നായിരിക്കട്ടെ. ശരിക്കും ആ ഉമ്മയുടെ കണ്ണുനീരിന് ഒരു പ്രത്യാശയോടെ അവരൊരു ഇപ്പം വരും പിന്നെ വരും എന്നും പറഞ്ഞിട്ട് മകനെ കാത്ത് ഇപ്പോഴും ആ ഉമ്മ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജാസിനെ കാണുന്ന പോലെ പിന്നെ ജാസിനെ ലേഡി ആയിട്ടാ കാണുന്നത്. എനിക്കിപ്പോ പാർട്ട്ണറെ കുറിച്ച് എനിക്ക് പറയാലോ. ഞാൻ പറയുമ്പോ എന്റെ പാർട്ട്ണറെ കുറിച്ച് എനിക്കറിയാം എന്റെ പാർട്ട്ണർ എങ്ങനത്തെ വ്യക്തിയാന്നുള്ളത്. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആഷിനെ ഒരു ബൈസെക്ഷൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ ആഷി ഒരിക്കലും ഒരു ബൈസെക്ഷൽ വ്യക്തിയല്ല. ആഷിക്ക് പെൺകുട്ടികളെ തന്നെയാണ് ഇഷ്ടം, ഓപ്പോസിറ്റ് സെക്സിനോട് തന്നെയാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ ആഷിയെ ജാസി
ഇങ്ങനെ തടവിലാക്കി വെച്ചിരിക്കുകയാണ്, ഒരിടത്തോട്ടും വിടാതെ. ആശയ്ക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ അടുത്ത് പോയാൽ കൊള്ളാം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ഇതിനൊക്കെ ഉപരി നമ്മളൊരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടും. ഇപ്പൊ എന്തൊക്കെയായാലും എനിക്കിപ്പോ വേറൊരാളെ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എനിക്ക് ആഷിയുടെ ഓർമ്മകൾ വരുന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ആഷിക്ക് അത് എന്റെ ഓർമ്മകൾ വരുന്നുള്ളത് അറിയാം. ആ ഒരു ബോണ്ട് നമുക്ക് ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് അങ്ങനെ ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം. ആഷിയുടെ ഉമ്മയുടെ ഒരു വോയിസ് പറയുന്നുണ്ട്, എന്റെ മകന്റെ പൈസ മുഴുവനും, അതായത് ആഷിയുടെ പൈസ മുഴുവനും ജാസി പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ചെലവിന് തരാൻ പോലും ഈ ജാസി സമ്മതിക്കത്തില്ല എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ആ ഉമ്മയ്ക്ക് ചെലവിനും വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഈ ജാസിയിൽ നിന്ന് ഞങ്ങളുടെ മകനെ ഞങ്ങൾക്കൊന്ന് വിട്ടു തന്നാൽ മാത്രം മതിയെന്നാണ് ആ ഉമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും. ആ ഒറ്റ കാര്യത്തില് ഞങ്ങൾക്ക് ചെലവിന് തന്നില്ലെങ്കിലും വേണ്ടിയില്ല, നീ നോർമലായിട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് കൊണ്ടുത്താ എന്ന് മാത്രമാണ് ഉമ്മയുടെ പ്രാർത്ഥന. അതായത് ആശയുടെ ഉമ്മ ആ വോയിസിൽ പറയുന്നുണ്ട്, ആശയുടെ പണം മുഴുവൻ നിന്റെ കയ്യിലാ, നീയാണ് എല്ലാം പിണങ്ങി വെച്ചിരിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് അവനൊരു 10 രൂപ പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നില്ല. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ആഷിയുടെ വീട്ടിലേക്ക് ആഷിക്ക് ആശ അയക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ ഉമ്മ പറഞ്ഞത് കള്ളമാണോ ആശി? അല്ല, കള്ളമാണോ വെച്ചാല് എന്റെ ഞാൻ പറഞ്ഞല്ലോ ബ്രോ, എന്റെ കാർഡെല്ലാം അവിടെ അല്ലേ, ഫോണെല്ലാം അവിടെ അല്ലേ. അത് ഓക്കെ. അല്ല, ഇതിന് മുമ്പത്തെ മുമ്പത്തെ കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 10 മാസമായത്. അല്ല, ആ വോയിസിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട്. ഉമ്മ അത്രയും പറയുന്നത് ആഷിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. മീൻസ് അത് ആ ഉമ്മ എങ്ങനെയെങ്കിലും ആഷിനെ കിട്ടിയാൽ മതി ഉമ്മാക്ക്. അപ്പൊ ഉമ്മാക്ക് എന്തും പറയാം. ഇനി നാളെ ആണെങ്കിൽ ഉമ്മ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും. പക്ഷെ അത് ആ ഉമ്മാക്ക് ആഷിനോടുള്ള അത്രയും ഒരു അറ്റാച്ച്മെന്റും ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് എനിക്കറിയാലോ ആഷി ഇപ്പൊ നമുക്ക് അത് എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗൂഗിൾ പേയിൽ ഉമ്മാക്ക് ക്യാഷ് അയക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയുന്നതാണ് ഓൾറെഡി എന്നൊരു മൈൻഡിൽ തന്നെ എഴുതും. ഇപ്പൊ അങ്ങനെ ഒരുപാട് രീതിയിൽ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആഷിനായിട്ടുള്ള വിവാഹം ഉണ്ടാവും. എങ്ങനെ അപ്പൊ എങ്ങനെയായിരിക്കും അതൊരു നല്ല അടിപൊളിയായിട്ട് എന്തായാലും ഇസ്ലാമിക രീതിയിൽ എന്തായാലും നടക്കുകയല്ലോ? ഇല്ല ഞങ്ങള് ഹൈന്ദവ രീതിയിൽ നടക്കില്ല, ക്രൈസ്തവ രീതിയിൽ നടക്കില്ല. ഞങ്ങൾ നിയമപരമായിട്ട് രജിസ്റ്റേർഡ് മാരേജ് ചെയ്തിട്ട് ഒരു നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ, അങ്ങനെ ഗ്രാൻഡ് ഫംഗ്ഷൻ വെക്കും. വലിയ ആൾക്കാരെയൊക്കെ വിളിക്കും, നമ്മളെയൊക്കെ വിളിക്കായിരിക്കും. തീർച്ചയായിട്ടും ഉടനെ തന്നെ രണ്ടാളുടെയും കല്യാണം ഉണ്ടാകും. എന്നിട്ട് അവർക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാനാണ് അവരുടെ പ്ലാന്. കുഞ്ഞെന്നത് ഏതൊരു മനുഷ്യന്റെ ഒരു സ്വപ്നവും ഒരു ആഗ്രഹവും ഒക്കെ തന്നെയാണ്. എന്തായാലും നന്നായിരിക്കട്ടെ. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നെ കൽവേദന എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നെ കൽവേദന. കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ സർജറിയുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അതായത് എനിക്ക് ജാസിക്ക് സ്വാഭാവികമായിട്ട് നല്ല തിക്ക് താടി ഇങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എപ്പോഴും? ലേസർ ഭയങ്കര കാരണം പണ്ട് നമ്മൾ ഇടയ്ക്ക് ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അങ്ങോട്ട് മുകളിലേക്ക്. ഇപ്പൊ എനിക്ക് ലേസർ ചെയ്യുന്നതുകൊണ്ട് നല്ല പെയിൻഫുൾ ആയിരുന്നു. ദുബായിലൊക്കെ ഭയങ്കര പെയിൻ ആയിട്ട് ഓടിയുടെ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഭയങ്കര പെയിൻഫുൾ ആണ്. ഇപ്പൊ കുഴപ്പമില്ല. ഇങ്ങനെ അതിങ്ങനെ അതാ പറഞ്ഞ അത്രയും ആ വലിയ പെയിൻ പോലും ഞാനിപ്പോ സഹിക്കാൻ പഠിച്ചു. അപ്പൊ എനിക്ക് അറിയാം എന്റെ ശരീരം ഞാൻ സഹിച്ചു നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പൊരുത്, അത്രേ ഉള്ളൂ. ഇനി ബോട്ടം സർജറിയിലേക്ക് അങ്ങനെ എല്ലാം. അത് ഉടനെ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും.